നമ്മുടെ RDJ ഈസ് കമ്മിങ് ബാക്ക് ആസ് അയൺമാൻ. നിങ്ങളാരും വിചാരിച്ച പോലെ ഡയറക്റ്റ്ലി പടത്തിലേക്ക് നമ്മുടെ അയൺമാനായിട്ട് വരുമല്ല, പുള്ളിയുടെ വോയിസ് ആണ് വരാൻ പോകുന്നത്. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റീസെൻ്റായിട്ട് നമ്മുടെ കിങ് താനോസിനെയൊക്കെ വെച്ചിട്ട് ഡിസ്നി ലാൻഡിൽ അവൻസ് ഇൻഫിനിറ്റി ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റൈഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലാണ് നമ്മുടെ അയൺമാൻ്റെ ഈ വോയിസ് ഓവർ വരാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു പ്രൊജക്റ്റ് മാത്രമാണ്, ഇതിൽ വേറൊരു റൈഡും കൂടി ഉണ്ട്, അതാണ് സ്റ്റാർക്ക് ഫ്ലൈറ്റ് ലാബ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിലാണ് നമ്മുടെ RDJയുടെ വോയിസ് ഒക്കെ കൊടുത്തിട്ട് വരാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫൺ റൈഡാണ്, പക്ഷേ മെയിൻ ആയിട്ടുള്ളത് ഇതല്ല, അത് അവഞ്ചേഴ്സ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈഡാണ്. ആക്ച്വലി ഇതിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ കിങ് താനോസ് ആണ്. അതായത് ഈ റൈഡിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ നമ്മുടെ താനോസ് ആ ഫൈറ്റ് ചെയ്യുമ്പോൾ അവഞ്ചേഴ്സിനോട് പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യമാണ്. അതായത് പുള്ളി പറയുന്നുണ്ട്, ഈ മൊത്തം യൂണിവേഴ്സും നശിപ്പിച്ചിട്ട് ആറ്റമിൽ നിന്ന് വീണ്ടും റീബിൽഡ് ചെയ്തിട്ട് പുള്ളി പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ ഈ യൂണിവേഴ്സിൽ ആ കിങ് താനോസുള്ള യൂണിവേഴ്സിൽ നമ്മുടെ താനോസ് സ്നാപ്പ് ചെയ്തിട്ട് ഹാഫ് ദ യൂണിവേഴ്സ് അല്ല, മൊത്തം യൂണിവേഴ്സിലും നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ പറഞ്ഞ പോലെ മൊത്തം പുള്ളി നശിപ്പിച്ചിട്ട് വീണ്ടും പുള്ളിക്ക് ആവശ്യമുള്ള റീബിൽഡ് ചെയ്തിട്ട് പുള്ളി റൂൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ താനോസ് മൊത്തം റൂൾ ചെയ്തിട്ട് പുള്ളിയുടെ കൺട്രോളിലിരിക്കുക ആ മൊത്തം യൂണിവേഴ്സും. എന്നിട്ട് പുള്ളിക്ക് ബോറടിച്ചിട്ട് ബാക്കിയുള്ള മൾട്ടിവേഴ്സുകൾ കോൺക്വർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കിങ് താനോസ് ഇറങ്ങുകയാണ്. അങ്ങനെ ഈ കിങ് താനോസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സ് ഇറങ്ങുകയാണ്. അതിൽ നമ്മുടെ അയൺമാൻ ഉണ്ട്. സോ ആ അയൺമാൻ നമ്മുടെ ഒറിജിനൽ RDJ ആയിരിക്കും വോയിസ് ഓവർ ഈ റൈഡിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പടത്തിനുള്ള സ്കോപ്പ് പോലെ ഉണ്ട്. സോ എങ്ങനെയായിരിക്കും ഇവരത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ എന്തായാലും പറ്റത്തില്ല, ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടാൽ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി ഈ കിങ് താനോസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മുതലാണത്. കാരണം നമ്മുടെ ഹൾക്കിനെ തന്നെ സ്വന്തം നായയെ പോലെ അടിമയാക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ കിങ് താനോസ്. ഇതിനെക്കുറിച്ചുള്ള ഓൾറെഡി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിലെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. എന്തിന് പുള്ളിയുടെ യങ്ങർ സെൽഫിനെ വരെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഗലാക്ടസിനെ കൊന്നിട്ട് പുള്ളിയുടെ മണ്ടയോട്ടിലാണ് പുള്ളിയുടെ ത്രോണി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിന് ഗോസ്റ്റ് റൈഡർ വരെ പുള്ളിയുടെ ഒരു അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യും. അത്രയ്ക്കും സൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ കിങ് താനോസ്. സിൽവർ സഫറിനൊക്കെ ഒരു തട്ടിനാണ് കൊന്നു കളയുന്നത്. സോ അങ്ങനെയുള്ള ഈ കിങ് താനോസിനെ എതിർത്തിടാണ് നമ്മുടെ മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സ് എതിർക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത് പടമല്ല, ജസ്റ്റ് ഒരു റൈഡാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഈ കിങ് താനോസ് ഇപ്പോൾ ഏതായാലും തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. ഇതിന് മുമ്പ് തന്നെ ഓൾറെഡി 2 വർഷങ്ങൾക്ക് മുമ്പെങ്ങാനും ഒരു കോമിക്കോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ RDJനെ ഡൂമായിട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഈ ഡൂംസ്ഡേയിലേക്ക് ഏതാണ്ട് $80 മില്യൺ RDJക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത്. സോ എന്തായാലും പിഴിഞ്ഞെടുക്കാതെ വിടത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പടത്തിന് ഈ റൈഡിനൊക്കെ നമ്മുടെ RDJയുടെ വോയിസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 80 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നടാവേ എത്രയായി, കോടിക്കണക്കിന് 1000 കോടിയുടെ അടുത്തങ്ങോട്ടായില്ലേ. ഇത് ഡൂംസ്ഡേയിൽ മാത്രം, സീക്രട്ട് വാർസിൽ എന്തായാലും ഡൂം അപ്പിയർ ആവും. സോ അതിലും ഇതേപോലെ തന്നെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇതിലും കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, RDJ എന്നുള്ളൊരു പേര് കേട്ടാൽ തന്നെ ആ പടം എങ്ങനെ പോലും ഒരു 1 ബില്യൻ്റെ മുകളിലെത്തും. സോ ഇറ്റ്സ് വർത്ത് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ കിങ് താനോസിൻ്റെ ഒറിജിനും പുള്ളിയുടെ ശരിക്കുള്ള പവേഴ്സൊക്കെ അറിയണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. പുള്ളിയുടെ ഒറിജിൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി നമ്മുടെ ഹൾക്കിനൊക്കെ ഇട്ട് ചെയ്യുന്ന പെടുത്തിലൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം.